നമ്മുടെ സൈക്കിളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു സംഭവം കണ്ടില്ലേ? നിങ്ങൾ കുറേ സൈക്കിളുകളുടെ ഫോട്ടോ, അതേപോലെ കുറേ ടോക്കൺ നമ്പറുകൾ. ഇതിലിപ്പോൾ ഈ ടോക്കൺ നമ്പറൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഏകദേശം നമ്മളിപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴേക്കും, ഇപ്പോൾ കുറച്ച് സ്റ്റാറ്റസും കൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. നാളെ രാവിലെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു 400-ൻ്റെ മേലെ ആളുകൾ നമ്മളിതിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ നറുക്കെടുപ്പ് നടത്തും. ഉച്ചയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ലൈവായിട്ട് വരും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഈ ഒരു സംരംഭം, നമ്മൾ ഇങ്ങനെ ഒരു സൈക്കിളിൻ്റെ ഈ ഒരു സംരംഭം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം, കുട്ടികൾ മൊബൈൽ ഭയങ്കര യൂസിങ് ആണ്. അപ്പോൾ അത് നമ്മൾ കാരണം ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ കുട്ടികൾ മൊബൈലൊന്ന് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അതൊരുപാട് ഉപകാരം ചെയ്യും. അങ്ങനെ തുടങ്ങിയ ഒരു പദ്ധതിയാണിത്. അതിൽ എല്ലാ കുട്ടികൾക്കും, അതായത് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കുള്ള സൈക്കിളുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം ന്യായമായിട്ടുള്ള വിലയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ സാമ്പത്തികമില്ലാത്ത കുട്ടികളെ നമ്മൾ തിരഞ്ഞിട്ട്, അതായത് അവർ പല ആളുകളും സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷെ നമ്മളതിൽ ആ കുട്ടികളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് ഓക്കെ ആണെങ്കിൽ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അച്ഛന് വയ്യ, അങ്ങനത്തെ സാഹചര്യമുള്ള കുട്ടികളാണ്, അങ്ങനത്തെയൊക്കെ സാഹചര്യമാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മദ്യപാനിയായിട്ടുള്ള അച്ഛൻ, വീട് നോക്കാത്ത അച്ഛൻ, അങ്ങനത്തെയൊക്കെ സാഹചര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ കുട്ടികൾക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് സൈക്കിളുകൾ കൊടുക്കാറുണ്ട്. ഒരിക്കലും മദ്യപാനിയായ അച്ഛൻ എന്ന് പറയുന്നത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല. അപ്പോൾ എല്ലാവരും മദ്യപാനിയല്ലേ എന്നുള്ള ചോദ്യമൊക്കെ വരും. അങ്ങനത്തെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ അവിടെ നാട്ടിലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ ഇതേപോലെ നറുക്കെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നറുക്കെടുപ്പിൻ്റെ, ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഓരോ കുട്ടികളുടെ നമ്പറും ടോക്കൺ നമ്പർ എല്ലാവർക്കും തന്നിട്ടുണ്ടാവും. കിട്ടാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. പരമാവധി നാളെ ഒരു 10 മണിയാകുമ്പോഴേക്കും നമ്മൾ അപ്ഡേഷൻ ക്ലോസ് ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ ഇതേപോലെ തന്നെ ലൈവായിട്ട് നമ്മളെ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നും നറുക്കെടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കും. എല്ലാ പേരും, അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ടോക്കൺ നമ്പർ മുഴുവൻ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു തരത്തിലും, അതായത്